ഹായ് ഫ്രണ്ട്സ്, റീഡിംഗ് പോയിട്രി എന്നുള്ള ഫസ്റ്റ് സെം പേപ്പറിൻ്റെ മൊഡ്യൂൾ 1 റീഡിംഗ് പോയിട്രിയുടെ തന്നെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ബാലറ്റ്സ്, സ്റ്റാൻസ ഫോംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കൺസൈസ് കമ്പാനിയൻ ടു ലിറ്റററി വർക്ക്സ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പോർഷൻസിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. 2 മാർക്കിന് ഒരു 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ മാത്രം മതി. 6 മാർക്കിനൊക്കെ ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നമുക്ക് അത്ര പോയിന്റ്സ് ഈ വീഡിയോ ഒന്നും കിട്ടണം എന്നില്ല. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനായിട്ട് മാത്രം കണക്കാക്കുക. ഇനി നിങ്ങളുടെ മുമ്പിൽ നല്ല സമയം ഉണ്ടെങ്കിൽ പ്ലീസ് പോയി അത് നല്ല രീതിയിൽ പഠിക്കുക. ഈ വീഡിയോയുടെ ആവശ്യമില്ല. കാരണം ഓരോന്നും അര പേജൊക്കെ വീതമാണ് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ഉൾപ്പെടെ ഞാൻ പറ്റാവുന്ന പോയിന്റ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു 4 മാർക്കിന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ 6 മാർക്കെന്നാണ് പറഞ്ഞത്, 4 മാർക്കിന് നമുക്ക് 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 15 മാർക്ക്, അങ്ങനെയാണല്ലോ നമ്മുടെ സെക്ഷൻ. അതിൽ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേജ്, അര പേജെങ്കിലും നിങ്ങൾക്ക് എഴുതേണ്ടി വരും. സോ അത്രയൊക്കെ കിട്ടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് മിനിറ്റ് ആണ്, ഇതൊക്കെ എന്താണെന്നൊന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ സിലബസ് കണ്ടോ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോവും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പോയിട്രി തുടങ്ങുകയാണ്. പോയിട്രി എന്ന് പറയുമ്പോൾ പല ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് കവിത എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പല ഉത്തരവും കിട്ടും. പക്ഷേ ഒരു കവിതയെ കവിതയാക്കുന്നത് അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയാണ്. സോ പോയട്രിയെ ഡിഫൈൻ ചെയ്യുന്നതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് മ്യൂസിക്കൽ ക്വാളിറ്റി. അതായത് സ്റ്റോറിക്കോ വേറെ നോവലിനോ റിപ്പോർട്ടിനോ ഒന്നും മ്യൂസിക്കൽ ക്വാളിറ്റി ഇല്ല. പോയട്രിക്ക് മാത്രമേ ഉള്ളൂ. സോ മ്യൂസിക്കൽ ക്വാളിറ്റി ഉള്ള വർക്കുകളെ നമുക്ക് പോയിട്രി എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് പോയിട്രി. 2 തരത്തിൽ പോയിട്രി ഉണ്ട്. സബ്ജക്റ്റീവ് പോയിട്രിയും ടൈപ്സ് ഓഫ് പോയിട്രിയും കുറച്ച് വേറെയാണ്. എന്നിരുന്നാലും നമുക്ക് ടൈപ്സ് ഓഫ് പോയിട്രി എന്ന് പറയാം. 2 തരത്തിൽ പോയിട്രി ഉണ്ട്. സബ്ജക്റ്റീവ് പോയിട്രിയും ഒബ്ജക്റ്റീവ് പോയിട്രിയും. സോ സബ്ജക്റ്റീവ് പോയിട്രി എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാനൊരു റോസാപ്പൂവിനെ പറ്റി കവിത എഴുതുന്നു. റോസാപ്പൂവിനെ പറ്റി മാത്രം എൻ്റെ കവിതയിലുള്ളൂ എങ്കിൽ അത് ഒബ്ജക്റ്റീവ് പോയിട്രി. റോസാപ്പൂവിനെ പറ്റി പറഞ്ഞതിന് ശേഷം റോസാപ്പൂവിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എന്താണ് തോന്നുന്നത് കൂടെ കവിതയിൽ വന്നാൽ അത് സബ്ജക്റ്റീവ് പോയിട്രി. അതായത് സബ്ജക്റ്റീവ് പോയിട്രി എന്ന് പറയുമ്പോൾ പേഴ്സണൽ എക്സ്പ്രഷൻ, എഴുതുന്ന പോയറ്റിൻ്റെ ഫീലിങ്സും ഇമോഷൻസും കൂടെ കവിതയിൽ വരും. അങ്ങനെ വന്നിട്ടില്ല ഔട്ട്സൈഡ് വേൾഡ്, അതായത് ആ പോയറ്റിൻ്റെ ഏതാണോ തീം അതിനെ കുറിച്ച് മാത്രമാണ്. പോയറ്റിനെ പറ്റി ഒന്നും അതിലില്ലെങ്കിൽ അത് ഒബ്ജക്റ്റീവ് പോയിട്രി. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ ടൈപ്സ് ഓഫ് പോയിട്രിയിലേക്ക് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റീവ് പോയിട്രിയും ഒബ്ജക്റ്റീവ് പോയിട്രിയും എല്ലാ കവിതകളെയും നമുക്ക് 2ആയിട്ട് തിരിക്കാം, സബ്ജക്റ്റീവ് എന്നും ഒബ്ജക്റ്റീവ് എന്നും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് പോയിട്രി എന്ന് പറയുന്നത്, ഈ കവിതകളെല്ലാം നമ്മൾ എല്ലാവരും പോംസ് കവിതകൾ എന്നാണ് പറയാറുള്ളത്. പക്ഷേ കവിതകൾ എഴുതുന്ന രീതി വെച്ച്, അത് പാടുന്ന രീതി വെച്ച്, അതിൻ്റെ ക്വാളിറ്റി വെച്ചൊക്കെ അതിനെ പല പേരുകളിലാണ് വിളിക്കുന്നത്. സോ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് പോയിട്രി. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബാലഡ്. അതായത് വായ്മൊഴിയിലൂടെ പകർന്നു വന്ന പാട്ടുകളെയാണ് നമ്മൾ ബാലഡ് എന്ന് പറയുന്നത്. സാധാരണ ആ പാട്ടുകളിൽ ഒരു കഥയായിരിക്കും പറഞ്ഞു പോകുന്നത്. ആക്ഷൻസ് ഉണ്ടാവും, ഡയലോഗ് ഉണ്ടാവും. 4 വരിയുള്ള ഒരു സ്റ്റാൻസയായിട്ടായിരിക്കും ബാലഡ് പാടുന്നത്. ഓക്കെ, ഇതാണ് ബാലഡ്. വേർഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബാലഡ്സ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി ഈ ബാലഡ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ട്രഡീഷണൽ ബാലഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ വായ്മൊഴിയിലൂടെ പകർന്നു വരുന്ന എന്തെങ്കിലും കഥ പറഞ്ഞു പോകുന്ന പാട്ടുകളെയാണ് ട്രഡീഷണൽ ബാലഡ് എന്ന് പറയുന്നത്. അതായത് ആ സമയത്തുള്ള, അതായത് പണ്ട് കാലത്ത് ന്യൂസ് പേപ്പർ ഒന്നും ഇല്ലല്ലോ. സോ തമ്മിൽ വാർത്തകൾ കൈമാറുന്നത് ഈ പറഞ്ഞു പോകുന്ന പാട്ടുകളിലൂടെയാണ്. ഓക്കെ, ഇതാണ് ട്രഡീഷണൽ ബാലഡ്. അതായത് എന്താണോ ബാലഡ് അത് ട്രഡീഷണൽ ബാലഡ് ആണ്. ഇനി ലിറ്റററി ബാലഡ് എന്താണെന്ന് പറഞ്ഞാൽ,
സാധാരണ വായ്വഴിയിലൂടെ പറഞ്ഞു പോകുന്ന ഈ പാട്ടുകൾ, ബാലഡുകൾ ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. പണ്ടുകാലം മുതലേ പാടി പാടി കേൾക്കുന്ന പാട്ടുകളാണ് ഈ ബാലഡ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാവുന്ന പൊയറ്റ്, അതായത് നമുക്കറിയാവുന്ന എഴുത്തുകാര് ബാലഡുകൾ എഴുതുകയാണെങ്കിൽ അതിനെ ലിറ്റററി ബാലഡ് എന്ന് പറയുന്നു. ഉദാഹരണം, സാമുവൽ കോൾറിഡ്ജിന്റെ ദ റൈം ഓഫ് ആൻഷ്യന്റ് മാരിനർ. സോ നമുക്കറിയാമല്ലോ കോൾറിഡ്ജ് ആണ് അത് എഴുതിയതെന്ന്. സോ ലിറ്റററി ബാലഡ്സ് ആർ കമ്പോസ്ഡ് ആൻഡ് റിട്ടൺ ഡൗൺ ബൈ നോൺ പോയറ്റ്സ് ഇൻ ദ സ്റ്റൈൽ ഓഫ് ഫോക്ക് ബാലഡ്സ്, അതായത് ട്രഡീഷണൽ ബാലഡ്സ്. ട്രഡീഷണൽ ബാലഡ്സിന്റെ അല്ലെങ്കിൽ ബാലഡിന്റെ അതേ സ്റ്റൈലിൽ നമുക്കറിയാവുന്ന പൊയറ്റുകൾ എഴുതുന്ന ബാലഡുകളെയാണ് നമ്മൾ ലിറ്റററി ബാലഡുകൾ എന്ന് പറയുന്നത്. ഇനി ബ്രോഡ് സൈഡ് ബാലഡുകൾ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വന്ന ബാലഡുകളെയായിരുന്നു ബ്രോഡ് സൈഡ് ബാലഡ് എന്ന് പറഞ്ഞു വന്നിരുന്നത്. ബ്രോഡ് സൈഡ്സ് ഇൻക്ലൂഡ് ഹാക്ക് റിട്ടൺ ടോപ്പിക്കൽ ബാലഡ്സ് ഓൺ റീസെന്റ് ക്രൈംസ്, എക്സിക്യൂഷൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്. അതായത് ബ്രോഡ് സൈഡ് ബാലഡുകളിൽ സാധാരണ വന്നിരുന്ന തീം ആശയം എന്ന് പറയുന്നത് ക്രൈം, എക്സിക്യൂഷൻ, ഡിസാസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രോഡ് സൈഡ് ബാലഡുകളിൽ വന്നിരുന്നത്. അപ്പിയർഡ് ഷോർട്ട്ലി ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ്. പ്രിന്റിങ്ങിന് ശേഷം പ്രിന്റ് ചെയ്ത് വന്നിരുന്ന ബാലഡുകളെയാണ് ബ്രോഡ് സൈഡ് ബാലഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാലഡ് എന്നുള്ള ടൈപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് ലിറിക്ക്? ലിറിക്ക് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ പോംസിനെ എല്ലാം നമുക്ക് ലിറിക്ക് എന്ന് പറയാം. ഓക്കെ, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉള്ള എല്ലാ കവിതകളെയും നമുക്ക് ലിറിക്ക് എന്ന് പറയാം. ലിറിക്ക് സാധാരണ രീതിയിൽ വളരെ കുഞ്ഞായിരിക്കും, ഷോർട്ട് പോയം ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയ പേഴ്സണൽ തോട്ട്സും ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്ന കവിതകളെയാണ് ലിറിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറഞ്ഞാലോ, എൻ്റെ കാഴ്ചപ്പാടിൽ, എഴുതുന്ന പോയറ്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന്റെ ഫീലിങ്സ് ഒക്കെ ഉൾക്കൊണ്ട് അദ്ദേഹം എഴുതുന്ന കവിതകളെ, വളരെ കുഞ്ഞു കവിതകളെ നമുക്ക് ലിറിക്ക് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഇമോഷനെ അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയയെ ആയിരിക്കും അദ്ദേഹം ആ കവിതയിൽ വിവരിക്കുന്നത്. സോ ലിറിക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പോയമാണ്. ഡെഫിനറ്റ് ആയിട്ട് എഴുതണം, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും, പോയറ്റിന്റെ ഫീലിങ്സ് ആയിരിക്കും അദ്ദേഹം അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എപ്പിക്. എപ്പിക്കിന് ബെസ്റ്റ് എക്സാമ്പിൾ മീൻസ് അങ്ങനെ എക്സാമ്പിളായിട്ട് പറയുന്നില്ല, എന്നാലും എപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതം, രാമായണം ഇതെല്ലാം എപ്പിക്കാണ്. അതായത് വലിയ വലിയ മഹത് വ്യക്തികളെ പറ്റി, വീരശൂര വലിയ ഹീറോകളെ പറ്റി ഒക്കെ എഴുതുന്ന കവിതകളെയാണ് നമ്മൾ എപ്പിക് എന്ന് പറയുന്നത്. അതൊരു ലോങ് നറേറ്റീവ് പോയം ആയിരിക്കും. അതാണ് മെയിൻ പോയിന്റ്. ലോങ് ആയിട്ടുള്ള, വളരെ ലോങ് ആയിട്ടുള്ള നറേറ്റീവ് പോയം ആയിരിക്കും. ആരെങ്കിലും പറ്റി അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി പറഞ്ഞു പോകുന്ന കവിതകളായിരിക്കും. ഡീഡ്സ് ഓഫ് ലാർജർ ദാൻ ലൈഫ് ഹീറോ ഹു എംബഡീസ് ദ വാല്യൂസ് ഓഫ് എ പെർട്ടിക്കുലർ സൊസൈറ്റി. അതായത് ഒരു സമൂഹത്തിന്റെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചു പോകുന്ന നായകന്മാരെ പറ്റിയുള്ള കഥകൾ. നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ എപ്പിക്കിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, വലിയ നായകന്മാരെ പറ്റിയുള്ള, വീരശൂര പരാക്രമികളെ പറ്റിയുള്ള പോയിട്രിയാണ് എപ്പിക് എന്ന് പറയുന്നത്. ലോങ് നറേറ്റീവ് പോയിട്രി ആണ്. ഓക്കെ, ഇനി മോക്ക് എപ്പിക് എന്ന് പറഞ്ഞാൽ, മോക്ക് മീൻസ് പരിഹസിക്കുക. മോക്ക് എപ്പിക് എന്ന് പറഞ്ഞാൽ ലോങ് ഫണ്ണി പോയം റിട്ടൺ ഇൻ മോക്ക് ഹീറോയിക് സ്റ്റൈൽ. അതായത് ഈ സൊസൈറ്റിയുടെ വാല്യൂസിനെ എല്ലാം കടപിടിച്ചു പോകുന്ന നായകന്മാരെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതായിരുന്നു എപ്പിക് പോയംസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നായകന്മാരെ വലിയ സംഭവങ്ങളായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പെരുപ്പിച്ചായിരുന്നു എപ്പിക്കുകളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ എപ്പിക്കിനെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് മോക്ക് എപ്പിക്. അതായത് എപ്പിക്കിനെ പരിഹസിച്ചുകൊണ്ട് എഴുതുന്നതാണ് മോക്ക് എപ്പിക്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എലിജി. എലിജി എന്ന് പറഞ്ഞാൽ ഒരു സാഡ് പോയമാണ് ഇൻ ദ ഓണർ ഓഫ് സം വൺ ഡിസീസ്ഡ്.
അതായത് സാധാരണ ഫ്രണ്ടോ റിലേറ്റീവോ ചിലപ്പോൾ മഹത് വ്യക്തികളോ അങ്ങനെ ആരുടെയെങ്കിലും മരണത്തിൽ വേർപാടിൽ എഴുതുന്ന കവിതകളെയാണ് നമ്മൾ എലിജി എന്ന് പറയുന്നത്. ഇറ്റ് ടിപ്പിക്കലി ലെമൻസ് ഓർ മോൺസ് ദ ഡെത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് എന്താണ് ഈ അനുശോചന കവിത പോലെ മരിച്ച ആളിന് വേണ്ടി നമ്മൾ എഴുതുന്ന കവിതകളെയാണ് എലിജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എലിജി എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ച ഒരാൾക്ക് വേണ്ടി അനുശോചനം പോലെ എഴുതുന്ന കവിതകളെയാണ് എലിജി എന്ന് പറയുന്നത്. മേ ബി ഫ്രണ്ട് ആവാം, റിലേറ്റീവ് ആവാം, ചിലപ്പോൾ വലിയ മഹത് വ്യക്തികളൊക്കെ മരിക്കുന്ന സമയത്ത് എഴുതുന്നതും എലിജിയാണ്. ഇനി എന്താണ് പാസ്ട്രൽ എലിജി? പാസ്ട്രൽ എലിജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇറ്റ് ഈസ് ആൻ എലിജി, ഒരു എലിജി തന്നെയാണ്. പക്ഷെ ഈ കവിത എലിജി എന്ന് നമ്മളിപ്പോൾ പോയിട്രിയുടെ ടൈപ്സ് ആണല്ലോ പഠിക്കുന്നത്. സോ ഈ കവിതയിലെ ക്യാരക്ടേഴ്സ് ഷെഫേർഡ്സ് ആയിരിക്കും, അതായത് ആട് മേയ്ക്കുന്നവരായിരിക്കും. അത്ര ഡിഫറൻസേ ഉള്ളൂ. പാസ്റ്ററൽ എലിജിയും ആരുടെയെങ്കിലും വേർപാടിൽ എഴുതുന്ന കവിതകൾ തന്നെയാണ്. പക്ഷെ ഈ കവിതയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഷെഫേർഡ്സ് മീൻസ് ആട് മേയ്ക്കുന്നവരായിരിക്കും. സോ ഇതിനെയാണ് പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നത്. ഇനി എന്താണ് സോണറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14 വരികളുള്ള 14 ലൈൻസ് ഉള്ള പോംസിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. 14 ലൈൻസ് മാത്രം പോരാ, അത് അയാംബിക് പെൻറ്റാമീറ്റർ മീറ്ററിൽ വേണം എഴുതിക്കാൻ. എന്താണ് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് നമ്മൾ ലാസ്റ്റ് നോക്കും. സോ ഇപ്പോൾ നമ്മളത് നോക്കണ്ട. സോ സിമ്പിളായിട്ട് സോണറ്റ് എന്താണ്? 14 ലൈൻസ് 14 വരികളുള്ള അയാംബിക് പെൻറ്റാമീറ്റർ മീറ്ററിൽ എഴുതപ്പെട്ട കവിതകളെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. ഈ സോണറ്റ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ആദ്യം ഈ സോണറ്റ് എഴുതപ്പെടുന്നത് ഇറ്റലിയിലാണ്. ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറയും. ഈ പെട്രാർക്കിയൻ സോണറ്റിന്റെ പ്രത്യേകത 14 ലൈൻസ് തന്നെയായിരിക്കും. പക്ഷേ ആദ്യത്തെ 14 ലൈൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 8 ലൈൻസ് ഉള്ള ഒക്റ്ററ്റും 6 ലൈൻസ് ഉള്ള സെക്സ്റ്ററ്റും. 8ഉം 6ഉം 14 ആയില്ലേ? സോ 8 ലൈൻസ് ഉള്ള ഒക്റ്ററ്റ് ആയിട്ടും 6 ലൈൻസ് ഉള്ള സെക്സ്റ്ററ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഒന്നെങ്കിൽ മെയിൻ ഇൻട്രോ ആയിരിക്കും ഈ 8 ലൈൻസിൽ കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ ആയിരിക്കും 6 ലൈൻസിൽ കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഓർത്താൽ മതി. ഇറ്റാലിയൻ അല്ലെങ്കിൽ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസിനെ ഒരു ഒക്റ്ററ്റ് ആയിട്ടും ഒരു സെക്സ്റ്ററ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒക്റ്ററ്റ് 8 ലൈൻസിൽ 4 മീൻസ് 8 ലൈൻസ് 2 സ്റ്റാൻസ, 4 വരി 1 സ്റ്റാൻസ, അടുത്ത 4 വരി 1 സ്റ്റാൻസ. അതിൻ്റെ റൈമിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ABBA റൈമിംഗ് സ്കീം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ഉള്ള സോണറ്റിനെ 8 ലൈൻസ് ഉള്ള ഒക്റ്ററ്റ് ആയിട്ടും 6 ലൈൻസ് ഉള്ള സെക്സ്റ്ററ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഇനി എന്താണ് ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ്? ഇതെന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ഉള്ള സോണറ്റിനെ 3 ക്വാഡ്രൻസ് ആയിട്ടും ലാസ്റ്റ് ഒരു കപ്പിളായിട്ടും ഡിവൈഡ് ചെയ്യും. 3 ക്വാഡ്രൻസ് എന്ന് പറയുമ്പോൾ ആദ്യം 4 വരി, പിന്നെ 4 വരി, പിന്നെ 4 വരി. സോ 12 ആയി. ഇനി ലാസ്റ്റ് 2 വരി, അതൊരു കപ്പിളാണ്. 4 വരി സ്റ്റാൻസയെ നമ്മൾ ക്വാഡ്രൻ എന്നും 2 വരിയുള്ള സ്റ്റാൻസയെ കപ്ലറ്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെട്രാർക്കിയൻ സോണറ്റ് എങ്ങനെയായിരുന്നു? 14 ലൈൻസിൽ ആദ്യം ഒരു ഒക്റ്ററ്റ്, പിന്നെ ഒരു സെക്സ്റ്ററ്റ്. ഇവിടെ ഷേക്സ്പിയറിയൻ സോണറ്റിൽ 3 ക്വാഡ്രന്റുകളും ലാസ്റ്റ് ഒരു കപ്പിളും. സാധാരണ ഈ 3 ക്വാഡ്രന്റുകളിലും എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഉള്ള ഈ കപ്പിൾ 2 വരിയിലാണ് ഒന്നെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന് ഒരു കൺക്ലൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രാർക്കിയൻ നോക്കി, ഷേക്സ്പിയറിയൻ നോക്കി. ഇനി സ്പെൻസേറിയൻ സോണറ്റ്. സ്പെൻസേറിയൻ സോണറ്റ് എന്ന് പറയുമ്പോൾ എഡ്മണ്ട് സ്പെൻസർ കൊണ്ടുവന്ന സോണറ്റ് പാറ്റേണിനെയാണ് സ്പെൻസേറിയൻ പാറ്റേൺ എന്ന് പറയുന്നത്. അതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്
AB, BC, CD, EE. ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച ഷേക്സ്പിയറൻ സോണറ്റ് പോലെ ആദ്യം 3 ക്വാഡ്രന്റും ലാസ്റ്റ് 2 ലൈനുള്ള ഒരു കപ്പിളും അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? പക്ഷേ അതിന്റെ റൈമിംഗ് സ്കീം വ്യത്യാസമാണ്. സോ സ്പെൻസിയറൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്മണ്ട് സ്പെൻസർ കൊണ്ടുവന്നതാണ്. അതിന്റെ റൈമിംഗ് സ്കീം കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. സോ സോണറ്റ് കഴിഞ്ഞു. ഇനി ഓഡ്, അടുത്ത ടൈപ്പ് ഓഫ് പോയിട്രി ആണ് ഓഡ് എന്ന് പറയുന്നത്. ഓഡ് എന്ന് പറയുന്നത് ഒരു ലിറിക് പോയമാണ്. ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും അഡ്രസ് ചെയ്തുകൊണ്ട്, മീൻസ് ഒരാളോട് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലോ ഇങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലിറിക് പോയംസിനെയാണ് നമ്മൾ ഓഡ് എന്ന് പറയുന്നത്. അതിന് സാധാരണ ഓഡ് എന്നൊക്കെ പറയുന്നത് പാടാൻ വേണ്ടി എഴുതപ്പെടുന്ന കവിതകളാണ്. എല്ലാ കവിതകളും നമുക്ക് പാടാൻ പറ്റണമെന്നില്ല. സോ പാടാൻ വേണ്ടി എഴുതുന്ന കവിതകളെ നമുക്ക് ഓഡ് എന്ന് പറയാം. പലതരത്തിലുള്ള ഓഡുണ്ട്. ആദ്യത്തത് പിൻഡാറിക് ഓഡ്, നെയ്മഡ് ഫോർ ആൻഷ്യന്റ് ഗ്രീക്ക് പോയറ്റ് പിൻഡർ, പെർഫോംഡ് വിത്ത് എ കോറസ് ആൻഡ് ഡാൻസേഴ്സ്, were usually serious, dignified and celebrated great victories, composed of 3 very structured, intricate stanzas or parts. പിൻഡാറിക് ഓഡ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പോയറ്റായ പിൻഡറിന്റെ പേരിലാണ് ഈ ഓഡിന് പിൻഡാറിക് ഓഡ് എന്ന് പറയുന്നത്. കോറസും ഡാൻസേഴ്സും വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഒരു സീരിയസ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് സ്റ്റൈലാണ് ഈ കവിതയ്ക്കുള്ളത്. 3 സ്റ്റാൻസ അങ്ങനെയാണ് ഈ കവിത അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിൻഡാറിക് ഓഡ്. ഇനി അടുത്ത് ഹൊറേഷ്യൻ ഓഡ് എന്ന് പറയുന്നത് റോമൻ പോയറ്റ് ഹൊറേസിന്റെ മാനർ, അതായത് റോമൻ പോയറ്റ് ഹൊറേസിന്റെ റൈറ്റിംഗ് സ്റ്റൈലാണ് ഹൊറേഷ്യൻ ഓഡിനുള്ളത്. ചെറിയ ലിറിക് പോയംസിനെയാണ് ഹൊറേഷ്യൻ ഓഡ് എന്ന് പറയുന്നത്. ഒരു കവിത പറയുന്നതിൽ ഉപരി ഫീലിങ്സിനാണ് ഹൊറേഷ്യൻ ഓഡിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻറ്റിമേറ്റ് ആൻഡ് റിഫ്ലക്റ്റീവ് റാദർ ദാൻ സെലിബ്രേറ്ററി ആൻഡ് ഹീറോയിക്. അതായത് പേഴ്സണൽ ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനെയെങ്കിലും ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ പറയുന്നതിലല്ല, പേഴ്സണൽ ഫീലിങ്സിനാണ് ഹൊറേഷ്യൻ ഓഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇതെല്ലാമാണ് ഹൊറേഷ്യൻ ഓഡിന്റെ തീമായിട്ട് വരുന്നത്. ഇനി ഇറഗുലർ ഓഡ് എന്ന് പറയുമ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. മെനി ഫോമൽ ആൻഡ് ഇൻഫോമൽ പോസിബിലിറ്റീസ്, സം റൈം, സം ഡു നോട്ട് റൈം. Poets have adapted the form by writing odes about more commonplace items. അതായത് സാധാരണ നമ്മൾ പറയുന്ന ഓഡിന്റെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഇറഗുലർ ഓഡിന് ഉണ്ടാകണമെന്നില്ല. കോമൺ പ്ലേസ് ഐറ്റംസിനെ പറ്റിയാണ് ഇറഗുലർ ഓഡിൽ സാധാരണ പറയാറുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പൊയിട്രി ആണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് കവിത എഴുതുന്നത്. അതിൻ്റെ തിയേട്രിക്കൽ ക്വാളിറ്റി വെച്ച് ഇത് ഡ്രമാറ്റിക് ആണെന്ന് പറയാം. അതായത് ഈ കവിത വായിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ റീഡേഴ്സ് അവർക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എഴുതുന്നതാണ് ഡ്രമാറ്റിക് മോണലോഗ്. മീൻസ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കേണ്ടതിന് പകരം വായിച്ചെടുക്കേണ്ട സ്റ്റൈലിലാണ് ഡ്രമാറ്റിക് മോണലോഗ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ സിമ്പിളായിട്ട് പോയറ്റ് സംസാരിക്കുന്ന രീതിയിൽ ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച്, അതാണ് ഡ്രമാറ്റിക് മോണലോഗ്. ഇനി എന്താണ് ഹൈക്യു? Haiku is a type of poetry which originated from Japan. Feature 3 lines of short length which do not rhyme back as far as the 19th century. It often viewed to be much more than this and is deemed to be a way talking a more profane look at a subject. അതായത് ജപ്പാനിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് പോയട്രി ആണ് ഹൈക്യു എന്ന് പറയുന്നത്. ഈ ഹൈക്യു പ്രാധാന്യം കൊടുക്കുന്നത് ഈ നമ്മൾ എന്തിനെങ്കിലും പറ്റി എഴുതുന്ന സബ്ജക്റ്റ് ഇല്ലേ, ഇപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് വെച്ചിട്ടല്ലേ നമ്മളൊരു കവിത എഴുതുന്നത്, ആ സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. Haiku is seen as a way to look into the nature of our existence, making it very relevant.
The idea of the haiku is that it leaves the reader with a sense of feeling and emotion after finishing the poem. അതായത് ഹൈക്കു വിജയിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കവിത വായിച്ചു കഴിഞ്ഞതിന് ശേഷവും റീഡർ ആ കവിതയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്ന് പോകും. സോ അതാണ് ഹൈക്കുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് പോയിട്രി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സ്റ്റാൻസ ഫോംസ് ആണ്. സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച വാൽഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാലൈ കമ്പയർ ദി, നമ്മൾ പഠിച്ച ഏത് കവിതയിലായിരുന്നാലും ചിലപ്പോൾ ഒരു 4 വരി ഒത്തെഴുതിയിട്ട് കുറച്ച് സ്പേസ് വിട്ട് അടുത്ത 4 വരി, അല്ലെങ്കിൽ ഒരു 2 വരി എഴുതി സ്പേസ് വിട്ട് അടുത്ത 2 വരി, അല്ലെങ്കിൽ ഒരു 3 വരി കൊടുത്തിട്ട് സ്പേസ് വിട്ട് അടുത്ത 3 വരി. സോ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ലൈൻസിനെ, ഒരു കവിതയിലെ സെറ്റ് ഓഫ് വരികളെയാണ് നമ്മൾ സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര സ്റ്റാൻസ, എത്ര ടൈപ്പ് സ്റ്റാൻസ ഫോംസ് ഉണ്ടെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കപ്ലറ്റ്. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A simple 2-line poem that rhymes in a couplet. അതായത് 2 വരിയുള്ള ഒരു സ്റ്റാൻസയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയുന്നത്. കപ്ലറ്റ് മീൻസ് 2, ഒരു കപ്പിൾ 2. ഓക്കെ, കപ്പിൾ 2 പേരെയല്ലേ നമ്മൾ കപ്പിൾ എന്ന് പറയുന്ന. സോ കപ്ലറ്റ് എന്ന് പറയുമ്പോൾ 2 വരിയുള്ള ഒരു സ്റ്റാൻസയാണ് കപ്ലറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടെർസെറ്റോ 3 വരിയുള്ള സ്റ്റാൻസയാണ് ടെർസെറ്റ് എന്ന് പറയുന്നത്. ക്വാട്രൈൻ 4 വരിയുള്ള സ്റ്റാൻസയാണ് ക്വാട്രൈൻ എന്ന് പറയുന്നത്. ഇനി ടെർസ റൈമ എന്ന് പറഞ്ഞാൽ അയാംബിക് പെൻറ്റാമീറ്ററിൽ എഴുതപ്പെട്ട 3 ലൈൻസ് അടങ്ങുന്ന ഒരു സ്റ്റാൻസയാണ് നമ്മൾ ടെർസ റൈമ എന്ന് പറയുന്നത്. ഈ അയാംബിക് പെൻറ്റാമീറ്റർ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് നോക്കും. ഓക്കെ, അപ്പൊ ടെർസ റൈമ എന്ന് പറഞ്ഞാൽ അയാംബിക് പെൻറ്റാമീറ്റർ മീറ്ററിൽ എഴുതപ്പെട്ട 3 വരികൾ അടങ്ങുന്ന ഒരു സ്റ്റാൻസയാണ് ടെർസ റൈമ. അതായത് ഈ 3 വരികളിൽ ഓരോ വരിയും അയാംബിക് പെൻറ്റാമീറ്ററിലായിരിക്കും എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഒറ്റാവ റൈമ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ പോയറ്റിക് ഫോം ആണ്. അതിനകത്ത് 8 അയാംബിക് ലൈൻസ് ഉണ്ടായിരിക്കും. ഈ അയാംബിക് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, 8 അയാംബിക് ലൈൻസ് ഉള്ള സ്റ്റാൻസയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറ്റാവ റൈമ എന്ന് പറയുന്നത്. ഇനി സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ കൊണ്ടുവന്ന ഒരു സ്റ്റാൻസ ഫോം ആണ്. ഈ സ്റ്റാൻസയിൽ 9 വരികൾ ഉണ്ടായിരിക്കും. അതിലെ ആദ്യത്തെ 8 വരികൾക്ക് അയാംബിക് പെൻറ്റാമീറ്ററും 9ാമത്തെ വരിക്ക് അയാംബിക് ഹെക്സാമീറ്ററും ആയിരിക്കും മീറ്റർ എന്ന് പറയുന്നത്. ഈ മീറ്റർ എന്താണെന്ന് ലാസ്റ്റ് പഠിക്കും. സോ ഇതിങ്ങനെ ചുമ്മാ നമ്മളൊന്ന് കാണാതെ പഠിക്കാം. ഓക്കെ, അപ്പൊ സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറയുന്നത് 9 വരി ഉണ്ടായിരിക്കും. അതിൽ 8 വരി അയാംബിക് പെൻറ്റാമീറ്ററും ലാസ്റ്റത്തെ 1 വരി അയാംബിക് ഹെക്സാമീറ്ററിലും ആയിരിക്കും. സോ ഈ 9 വരി അടങ്ങുന്ന സ്റ്റാൻസയെ നമ്മൾ എന്തെന്ന് പറയും? സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറയും. റൈം റോയൽ എന്ന് പറഞ്ഞാൽ 7 വരികളുള്ള ഒരു സ്റ്റാൻസ. അത് അയാംബിക് പെൻറ്റാമീറ്ററിലായിരിക്കും എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ റൈം റോയൽ എന്ന് പറഞ്ഞാൽ അയാംബിക് പെൻറ്റാമീറ്ററിൽ എഴുതപ്പെട്ട 7 വരികളുള്ള സ്റ്റാൻസയാണ് നമ്മൾ റൈം റോയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞു സ്റ്റാൻസ ഫോം. സോ ഏതാ? കപ്ലറ്റ്, ടെർസെറ്റ്, ക്വാട്രൈൻ, ടെർസ റൈമ, ഒറ്റാവ റൈമ, സ്പെൻസേറിയൻ സ്റ്റാൻസ, റൈം റോയൽ. ഓക്കെ, ഇനി അടുത്ത പൊയറ്റിക് ഡിവൈസസ്. പൊയറ്റിക് ഡിവൈസസ് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് അല്ലിട്രേഷൻ. പൊയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കവിതയെ നല്ല ഒരു കവിതയാക്കുന്നത് അതിൻ്റെ പൊയറ്റിക് ഡിവൈസസ് ആണ്. ഉദാഹരണത്തിന് എന്താണ്? കവി ഒരു കവിതയിൽ എഴുതുന്നു, നിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. നിന്റെ മുഖം തിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്ന് പറയുന്നത്? സോ അത് വായിക്കുമ്പോൾ നമുക്കും അവരുടെ മുഖത്തിന്റെ ആ ഒരു വിഷ്വൽ നമുക്കും ഓർത്തെടുക്കാൻ പറ്റും. ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അത്ര ബ്രൈറ്റ് ആൻഡ് ചാമിങ് ആയിരിക്കും, ഇല്ലേ? അപ്പോൾ ചുമ്മാ തിളങ്ങുന്നു എന്ന് പറയാതെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭംഗി കൊടുക്കുന്നു കവിതയ്ക്ക്. സോ കവിതയുടെ ക്വാളിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ കവിതയുടെ ഒരു എൻ്റർടൈനിങ് പർപ്പസ് കൂട്ടാൻ, അല്ലെങ്കിൽ കവിതയുടെ ആ ഒരു സ്ട്രക്ചറിനൊക്കെ
ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഈ പൊയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തത് alliteration, the repetition of the same sound at the beginning of a sequence of words. അതായത് alliteration എന്ന് പറഞ്ഞാൽ ഒരേ സെന്റൻസിലെ വേർഡ്സിൽ ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതാണ് alliteration. ഉദാഹരണത്തിന് ഷീപ്പ് ഷുഡ് സ്ലീപ്പ് ഇൻ എ ബെഡ്. അവിടെ ഷീപ്പ് ഷുഡ് സ്ലീപ്പ് ഇൻ എ ബെഡിൽ ഷീപ്പും ഷുഡും സൗണ്ട് റിപ്പീറ്റ് ചെയ്തു ഇല്ലേ? നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത് ഷ്. നമ്മൾ സൗണ്ട് ആണ് ശ്രദ്ധിക്കുന്നത്, അക്ഷരങ്ങളല്ല. അപ്പൊ നിങ്ങൾ പറയില്ലേ ഷീപ്പ് ഷുഡ് സ്ലീപ്പ്, അവിടെ തുടക്കത്തിലല്ല യെസ് അല്ലെന്ന്? ഒരിക്കലും അല്ല. നമ്മൾ സൗണ്ടിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരുപോലുള്ള സൗണ്ട് ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ alliteration എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് അസോണൻസ്? സിമ്പിൾ, ഒരേ ലൈനിലെ വവ്വൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതാണ് അസോണൻസ്. അപ്പോൾ alliteration എന്തായിരുന്നു? അത് പറയാൻ മറന്നുപോയി. ഒരേ ലൈനിലെ കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതാണ് alliteration. ഒരേ ലൈനിലെ വവ്വൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതാണ് അസോണൻസ്. ഇനി എന്താണ് സിമിലി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ, നിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. അവിടെ പോലെ എന്തിനെങ്കിലും വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു ഇല്ലേ? അതാണ് സിമിലി. His smile is as bright as the sun. സൂര്യനെ പോലെ തിളക്കമുള്ളതാണ് അവളുടെ ചിരി. Her smile is bright like the sun. അല്ല, സൂര്യന്റെ അത്ര തിളക്കമുള്ളതാണ് അല്ലെങ്കിൽ സൂര്യനെ പോലെ തിളക്കമുള്ളതാണ്. എന്തിനെങ്കിലും വെച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ അതാണ് സിമിലി, ഉപമ, സിമിലി. ഓക്കെ, ഇനി എന്താണ് മെറ്റഫർ? എന്തിനെങ്കിലും വച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ കവിതയിൽ എഴുതിയാൽ അത് സിമിലി. കമ്പയർ ചെയ്യാതെ അതാണ് എന്ന് എഴുതിയാൽ അത് മെറ്റഫർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു എക്സാമ്പിൾ ആണിത്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ലവ് എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസാപ്പൂ പോലെയാണ്. ഈസ് ലൈക്ക് എ റെഡ് റോസ്. സോ അത് സിമിലിയാണ്. മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസാപ്പൂവാണ്. മീൻസ് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്, അത്രത്തോളം പ്യുവർ ആണ് എന്ന് പറയാണ്. സോ ഈസ് ലൈക്ക് എ റെഡ് റോസും ഈസ് റെഡ് റോസും ചുവന്ന റോസാപ്പൂവിനെ പോലെയാണ്, ചുവന്ന റോസാപ്പൂവാണ്. ചുവന്ന റോസാപ്പൂവാണെന്ന് പറഞ്ഞാൽ റോസാപ്പൂ ആണെന്നല്ല അർത്ഥം, നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല പ്യുവർ ആണെന്നാണ്. സോ ഇപ്പം മനസ്സിലായോ? പോലെയാണെന്ന് പറഞ്ഞാൽ സിമിലി, അത് തന്നെന്ന് പറഞ്ഞാൽ മെറ്റഫർ. ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വൺ തിങ് ഈസ് സ്പോക്കൺ ഇൻ ടേംസ് ഓഫ് അനദർ. അതായത് ഒരു കാര്യം പറയുന്നതിന് വേണ്ടി വേറെ കാര്യം പറയുമ്പോൾ അത് മെറ്റഫർ ആവും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ചിട്ട് ഇതിനങ്ങ് കാണാതെ പഠിക്കാം. ഓക്കെ, ഇനി എന്താണ് മെറ്റോണമി? Metonymy is a form of figurative language in which a word is replaced by something very close to the original meaning. For example, instead of referring to businessman as businessman, using metonymy you might refer to them as suits. അതായത് ഈ മെറ്റോണമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ സാധാരണ പറയാറില്ലേ ഈ US ഗവൺമെന്റ്, അപ്പോൾ നമ്മുടെ ഗവൺമെന്റിനെ എടുക്കാം, ഇന്ത്യൻ ഗവൺമെന്റ്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ടോക്കിംഗ് അബൌട്ട് ദ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആരെ പറ്റിയാണ് പറയാൻ പോകുന്നത്? ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ എന്തിനെങ്കിലും പറ്റി പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കാതെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ് മെറ്റോണമി. മെറ്റോണമിയും മെറ്റഫറും തമ്മിൽ മാറിപ്പോവരുത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ വേറൊന്നായിട്ട് തന്നെ പറയുന്നതാണ്. മെറ്റോണമി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യം പറയുന്നതിന് വേണ്ടി അതുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കിനെ ഉപയോഗിക്കുന്നു. അതാണ് മെറ്റോണമി എന്ന് പറഞ്ഞാൽ. ഇവിടെ ബിസിനസ്മെന്നിന് പകരം സൂട്ട്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ,
അപ്പൊ നമ്മൾ എന്തും കഴിഞ്ഞു. ഇതാ നമ്മുടെ നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പോയറ്റിക് ഡിവൈസസും കഴിഞ്ഞു. ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് ടോപ്പിക് കൂടെ ഉണ്ട്. പോയറ്റിക് ഡിവൈസസിൽ അടുത്ത് വരുന്ന ടോപ്പിക്കാണ് ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിംബം. ഇപ്പോൾ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഇതെല്ലാം എന്താണ്? The simplest usage, vivid visual description, a word picture. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പിക്ചർ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു കവിത വായിക്കുന്നു. ആ കവിതയിൽ ഒരു റൈറ്റർ കാണുന്ന ഒരു സ്ഥലത്തിനെ പറ്റി വിവരിക്കുന്നു. സോ അത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ ആ സ്ഥലം കാണുന്ന പോലെ നമുക്ക് തോന്നും. കുബ്ലാ ഖാനിൽ ആ പ്ലേസിന്റെ ഒരു വിഷ്വൽ കൊടുക്കുന്നില്ലേ? കുബ്ലാ ഖാനിൽ ആ ഒരു സ്ഥലത്തിന്റെ വിഷ്വൽ കൊടുക്കുന്നുണ്ട്. സോ അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ ആ വിഷ്വൽ കാണുന്ന പോലെ തോന്നും. സോ അതിനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഇമേജ് വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്, ടാക്ടൈൽ ഇമേജ് ഉണ്ട്. ഇപ്പൊ തൊടുന്ന മീൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ കവിതയ്ക്കകത്തുണ്ടെങ്കിൽ അതിനെ ടാക്ടൈൽ ഇമേജ് എന്ന് പറയും. നമുക്ക് കേൾക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ കവിതയ്ക്കകത്തുണ്ടെങ്കിൽ അതിനെ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. സോ ഇമേജ് എന്ന് പറഞ്ഞാൽ വേർഡ് പിക്ചർ, അങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. ഇനി സിംബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകങ്ങൾ. സംതിങ് ദാറ്റ് ഡിനോട്ട്സ് സം അതർ തിങ് ഓർ എനിത്തിങ് വിച്ച് സിഗ്നിഫൈസ് സംതിങ് എൽസ്. ഉദാഹരണത്തിന് നമ്മൾ റോസാപ്പൂവിനെ യൂണിവേഴ്സലായിട്ട് റോസാപ്പൂവിനെ സിംബൽ ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടി എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ റോസാപ്പൂവിന് ആ ഒരു ഇത് മാത്രമാണോ ഉള്ളത്? ഒരിക്കലുമല്ല. കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഒരു കവിതയിൽ ഏത് സിറ്റുവേഷനിലാണോ ആ സാധനത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. നമ്മൾ പറഞ്ഞല്ലോ ഏതിലാണ്? എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. അതിൽ തന്നെ തോന്നുന്നു റൈറ്റർ ദൂരസ്ഥലത്തേക്ക് പോവുകയാണ്. തൻ്റെ വൈഫിനെ ലെറ്ററോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ട് അങ്ങനെ എന്തോ അല്ലേ. സോ അതിനകത്ത് ഒരു കോമ്പസിനെ അവരുടെ ലവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ കോമ്പസിന് ഇതുവരെ ലവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സിംബോളിസം കൊടുത്തിട്ടില്ല. ഇവിടെ കോമ്പസിന്റെ 2 സൂചികളെ റൈറ്ററായിട്ടും റൈറ്ററിന്റെ വൈഫായിട്ടുമാണ് കണക്കാക്കുന്നത്. സോ ഇവർ എത്ര തന്നെ ഡിസ്റ്റൻസിൽ പോയിരുന്നാലും ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ് എന്ന് ഇവരുടെ റിയൽ ലവ് കാണിക്കുന്നതാണ് ആ കോമ്പസ്. സോ കോമ്പസ് അവിടെ സിംബൽ ഓഫ് ലവ് ആണ്. മനസ്സിലായോ? സോ ഇതാണ് സിംബൽ. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോന്നിൻ്റെയും സിംബോളിസം മാറാം. അപ്പൊ സിംബൽ എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങൾ. ഇനി എന്താണ് റൈം? ഓക്കെ, അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ പോയറ്റിക് ഡിവൈസസ് കഴിഞ്ഞു. ഇനി നമ്മൾ മീറ്ററിലോട്ട് കിടക്കാണ്. എന്താണ് മീറ്റർ? നമ്മൾ മലയാളത്തിൽ വൃത്തം എന്ന് പറയുന്നതാണ് മീറ്റർ. വൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഥകളിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് മഞ്ചരി വൃത്തം, കാകളി വൃത്തം എന്നൊക്കെ. വൃത്തം അല്ലെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ ഒരു വരിയിൽ സിലബിൾസ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ. ഈ സിലബിൾസ് എന്ന് മാത്രം പഠിച്ചാൽ മതി, അക്ഷരമൊന്നും ഓർക്കരുത്, ആൽഫബറ്റ്സ് എന്നൊന്നും എഴുതരുത്, അത് തെറ്റാണ്. സിലബിൾസിന്റെ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് മീറ്റർ എന്ന് പറയുന്നത്. സോ ആ മീറ്റർ ആണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിതം, ഒരു പർട്ടിക്കുലർ റിതം, ഒരു താളത്തിന് വേണ്ടിയാണ് സിലബിൾസിനെ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? സോ നമുക്കത് നോക്കാം. എന്താണ് റൈം എന്ന് പറഞ്ഞാൽ? റൈം എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ശബ്ദങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ഒരു കവിതയിൽ കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് റൈം എന്ന് പറയാം. ഉദാഹരണത്തിന് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. സോ അതെന്താണ്? സ്റ്റാർസ് ആർ. ആദ്യത്തെ സെന്റൻസിലെ സ്റ്റാർസും സെക്കൻഡ് സെന്റൻസിലെ ആറും ഒരേ സൗണ്ട് അല്ലേ, നമ്മൾ ഒരേ രീതിയിലല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റൈം എന്ന് പറയാം. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. സോ റൈം എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് സിമിലർ സൗണ്ട്സ് യൂഷ്വലി അറ്റ് ദ എൻഡ് ഇൻ എ പോയം. ഓക്കെ, ഇനി ഈ റൈം എന്നൊക്കെ പറയുന്നത് പല തരത്തിലുണ്ട്. എൻഡ് റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? Rhyme occurs at the end of the line is called end line. Stars 6. ഒരു ലൈനിന്റെ അവസാനമാണ് റൈംസ് വരുന്നതെങ്കിൽ അതിനെ എൻഡ് റൈം എന്ന് പറയുന്നു. ഇന്റേണൽ റൈം എന്ന് പറഞ്ഞാൽ once upon a midnight diary
while I pondered weak and weary. അതായത് അവിടെ എന്താ repetition of sounds happens within the same line. ഒരേ ലൈനിന് അകത്ത് തന്നെ റൈം വന്നാൽ അതിനെ ഇന്റേണൽ റൈം എന്ന് പറയും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എഡ്ഗർ അലന്റെ പോയത്തില് once upon a midnight diary while I pondered weak and weary. അവിടെ ഒരേപോലത്തെ സൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ, റൈം ചെയ്യുന്നുണ്ട് ഒരേ സെന്റൻസിനകത്ത്. സോ നിങ്ങൾ എക്സാമ്പിൾ ഒന്നും നോക്കണ്ട. റൈം എന്ന് പറഞ്ഞ എന്താണ്? റെപ്പറ്റീഷനെയാണ് നമ്മൾ റൈം എന്ന് പറയുന്നത്. റെപ്പറ്റീഷൻ ഓഫ് സിമിലർ സൗണ്ട്സ്. അത് അടുത്തടുത്ത ലൈൻസിന്റെ ലാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അത് എൻഡ് റൈം. ഒരേ ലൈനിന് അകത്താണ് വരുന്നതെങ്കിൽ അത് ഇന്റേണൽ റൈം. ഈ റൈംസിനെ തന്നെ നമുക്ക് മസ്കുലൈൻ റൈം എന്നും ഫെമിനൈൻ റൈം എന്നും ക്ലാസിഫൈ ചെയ്യാം. സാധാരണ എല്ലാ റൈമും മസ്കുലൈൻ റൈം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം. The rhyme consists of single stressed syllable. സിംഗിൾ സ്ട്രെസ്ഡ് സിലബിൾ ഉള്ള റൈമുകളെ നമ്മൾ മസ്കുലൈൻ റൈം എന്ന് പറയും. ഡബിൾ റൈം അല്ലെങ്കിൽ ഫെമിനൈൻ റൈം എന്ന് പറയുന്നത് repetition of stressed syllable followed by an unstressed syllable. ഈ സിലബിൾ എന്താണെന്ന് നമ്മൾ ഫോണറ്റിക്സിലാണ് പഠിക്കുന്നത്. ലാംഗ്വേജ് സ്കില്ലിൽ ഫോണറ്റിക്സ് പഠിച്ചവർക്ക് ഇത് നന്നായിട്ടും അറിയായിരിക്കും സിലബിൾ എന്താണെന്ന്. അതറിയാത്തവർ ഇനി അതിന് മെനക്കെടരുത്. ഇതിനെ കാണാതെ പഠിച്ചിട്ട് എക്സാം എഴുതുക. സിലബിൾ ഇനിയും പഠിക്കാൻ സമയമുണ്ട്. അടുത്ത സെമ്മിലൊക്കെ ഫോണറ്റിക്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫെമിനൈൻ റൈം അല്ലെങ്കിൽ ഡബിൾ റൈം എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് സിലബിൾ, repetition of stressed syllable followed by an unstressed syllable. ഓക്കെ, ഇനി എന്താണ് മീറ്റർ? മീറ്റർ വരുന്നേ ഉള്ളൂ. ഓക്കെ, മീറ്റർ ഈസ് ദ rhythmic pattern of poetry and it is created through the recurrence of certain sound units. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ? ചില സൗണ്ട് യൂണിറ്റ്സിന്റെ റെപ്പറ്റീഷൻ കാരണം ആ ലൈൻസിന് ഒരു താളം കൊടുക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലൈനിൽ അക്ഷരങ്ങൾ അല്ലെങ്കിൽ സിലബിൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മീറ്റർ എന്ന് പറയുന്നത്. മീറ്റർ എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ 4 ടൈപ്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ സോറി. അതായത് മീറ്റർ തൊട്ടാണ്, ഇപ്പൊ തൊട്ടാണ് നമ്മുടെ മീറ്റർ എന്നുള്ള ആ ടോപ്പിക് തുടങ്ങുന്നത്. ഓക്കെ, ഈ റൈം എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? നമ്മുടെ പോയറ്റിക് ഡിവൈസിൽ ഉള്ളതായിരുന്നു. ഞാൻ നേരത്തെ മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് റൈം പറഞ്ഞത്. സോ ഒരു സെന്റൻസിൽ റൈമിങ് വരുന്ന എന്തിനാണ്? ആ റൈമിങ് എന്ന് പറഞ്ഞ ഒരു താളം. ആ താളം വരുന്ന എന്തിനാണ്? ആ കവിതയുടെ ആ ഒരു ക്വാളിറ്റി കൂട്ടാനല്ലേ. സോ അത് പോയറ്റിക് ഡിവൈസിലാണ് വരുന്നത്, മീറ്ററിലല്ല. സോ എൻ്റെ മിസ്റ്റേക്കാണ്, സോറി. ഓക്കെ, നമുക്ക് മീറ്ററിലേക്ക് വരാം. അപ്പൊ മീറ്റർ എന്താണ് ഞാൻ പറഞ്ഞു? വൃത്തം മീൻസ് ഒരു സെന്റൻസിൽ സിലബിൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്, റിതമിക് പാറ്റേൺ ഓഫ് പോയട്രി. പോയട്രിയുടെ റിതമിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശ്രേണി. അതായത് ഒരു ലൈൻസിൽ, ഒരു വരിയിൽ എങ്ങനെയാണ് സിലബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാറ്റേൺ, അതിനെ തന്നെയാണ് മീറ്റർ എന്ന് പറയുന്നത്. സോ 4 ടൈപ്പിൽ മീറ്റർ ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മീറ്റർ ഗ്രീക്ക്, ലാറ്റിൻ അവിടെയൊക്കെ ഉപയോഗിച്ചിരുന്ന മീറ്റർ മീൻസ് എന്താണ്? ഒരു അറേഞ്ച്മെന്റ്, ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സിലബിൾസ്. അതാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് സിലബിൾസ് ആയിരിക്കും ഒരു വരിക്കകത്ത് വരുന്നത്. ആക്സെൻച്വൽ മീറ്റർ, ഇതിലാണെങ്കിൽ സ്ട്രെസ്ഡ് സിലബിൾസിനെ ആശ്രയിച്ചാണ് ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സ്ട്രെസ്ഡ് സിലബിൾ. സാധാരണ നമ്മുടെ ഇംഗ്ലീഷിൽ ഇതിന് വലിയ റോളില്ല, കാരണം ഇത് ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സിലബിക് മീറ്റർ. ഇൻ സിലബിക് മീറ്റർ ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ എ ലൈൻ ഈസ് ഫിക്സഡ്. അതായത് തോന്നും പോലെ നമുക്ക് ഓരോ ലൈനിലും സിലബിൾസിനെ മാറ്റാൻ പറ്റില്ല. ലൈൻസിലെ സിലബിൾസ് ഫിക്സഡ് ആണ്. ഫ്രഞ്ച്, ജാപ്പനീസ് പോംസിലാണ് ഈ മീറ്റർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആക്സെൻച്വൽ സിലബിക് മീറ്റർ. ഇൻ ദിസ് മീറ്റർ ബോത്ത് ദ നമ്പർ ഓഫ് സിലബിൾസ് ആൻഡ് ദ നമ്പർ ഓഫ് സ്ട്രെസ്ഡ് സിലബിൾസ് ആർ ഫിക്സഡ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. സോ നോട്ട് മാത്രം മതി, ഞാൻ ചുമ്മാ വായിച്ചു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കവിതയുടെ മീറ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ ഫൂട്ട് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈച്ച് ലൈൻ ഇൻ എ പോയം കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫീറ്റ്.
Foot being a metrical unit consisting in which two or more syllables occur in a specific combination of stressed and unstressed syllable. ഫീറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഉള്ള സിലബിൾസ് ഒരു ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കും. ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫീറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സ്ട്രെസ്ഡ് ആവാം, അൺസ്ട്രെസ്ഡ് ആവാം. ഇംഗ്ലീഷ് പോയട്രിയിലെ കോമൺ ഫീറ്റ് ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന അയാംബ്. അയാംബ് എന്ന് പറഞ്ഞാൽ an unstressed syllable followed by a stressed syllable. അൺസ്ട്രെസ്ഡ് സിലബിളിന് ശേഷം ഒരു സ്ട്രെസ്ഡ് സിലബിൾ വരും. അനാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അൺസ്ട്രെസ്ഡ് സിലബിൾസിന് ശേഷം ഒരു സ്ട്രെസ്ഡ് സിലബിൾ വരും. സോ ഈ 6 എണ്ണവും നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇനി അത് തന്നെ എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഫീറ്റ്. ഇനി അടുത്ത് എന്താണ് അയാംബിക് പെന്റാമീറ്റർ? ഇതാണ് ഞാൻ പറയാമെന്ന് വെച്ചോണ്ടിരുന്നത്. ദ ബെസ്റ്റ് നോൺ മീറ്റർ ഇൻ ഇംഗ്ലീഷ് ഇൻ ദ അയാംബിക് പെന്റാമീറ്റർ എന്താ? ദ ഫോളോയിങ്. നമ്മുടെ തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, അതിൽ അയാംബിക് പെന്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ അയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ അയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞാൽ അയാംബിക് ഫീറ്റ്, 5 അയാംബിക് ഫീറ്റ് വരുന്ന മീറ്ററിനെയാണ് അയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഫീറ്റ് മനസ്സിലാവാത്തവരുണ്ടോ? ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്ട്രെസ്ഡ് സിലബിളും അൺസ്ട്രെസ്ഡ് സിലബിളും ഉള്ള ഒരു യൂണിറ്റിനെയാണ് ഫീറ്റ് എന്ന് പറയുന്നത്. ചിലതിൽ അൺസ്ട്രെസ്ഡിന് ശേഷം സ്ട്രെസ്ഡ് സിലബിൾ വരും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ്, ഒരു സ്ട്രെസ്ഡും ഒരു അൺസ്ട്രെസ്ഡും ഉള്ള ഗ്രൂപ്പ് ഉണ്ടാവും, 2 അൺസ്ട്രെസ്ഡും ഒരു സ്ട്രെസ്ഡും ഉള്ള ഗ്രൂപ്പ് ഉണ്ടാവും. സോ അതിനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, അതിനെയാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 യൂണിറ്റ്, 5 ഫീറ്റ് ഉള്ള ലൈൻ, 5 ഫീറ്റ് ഉള്ള മീറ്ററിനെയാണ് നമ്മൾ അയാംബിക് പെന്റാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ മനസ്സിലായോ? ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത് പോവാം. മനസ്സിലായില്ലെങ്കിൽ ഇതിനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ല ഡീപ്പായിട്ട് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഹീറോയിക് കപ്ലറ്റ്? ഹീറോയിക് കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ a pair of rhyming iambic pentameters. അയാംബിക് പെന്റാമീറ്റേഴ്സിന്റെ ഒരു പെയർ അയാംബിക് പെന്റാമീറ്ററിനെ പറയുന്ന പേരാണ് ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയുന്നത്. ഇനി ദ ലാസ്റ്റ് ടോപ്പിക്, ബ്ലാങ്ക് വേഴ്സ് ആൻഡ് ഫ്രീ വേഴ്സ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ മെട്രിക്കൽ ബട്ട് അൺറൈംഡ് ലൈൻസ്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ does not use a consistent meter, rhyme or any other pattern. അതായത് ബ്ലാങ്ക് വേഴ്സിന് റൈമിംഗ് ഉണ്ട്, ഫ്രീ വേഴ്സിന് റൈമിംഗ് ഇല്ല. ബ്ലാങ്ക് വേഴ്സ് ഒരു റെഗുലർ മെട്രിക്കൽ പാറ്റേണിലായിരിക്കും എഴുതിയിരിക്കുന്നത്, ഫ്രീ വേഴ്സിന് റെഗുലർ മെട്രിക്കൽ പാറ്റേൺ ഇല്ല. ബ്ലാങ്ക് വേഴ്സ് മിക്കവാറും അയാംബിക് പെന്റാമീറ്ററിലായിരിക്കും, ഫ്രീ വേഴ്സ് അത് ഫോളോ ചെയ്യില്ല. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് ആ ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതെല്ലാം മനസ്സിലായി കാണും. മീറ്റർ തൊട്ടായിരിക്കും ഒരു ഡൗട്ട്, അതെനിക്ക് മനസ്സിലായി. നല്ല എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സമയമില്ല. സോ അതുകൊണ്ടാണ് ആ ഡെഫിനിഷൻ തന്നെ മാത്രം വായിച്ചു പോയത്. സോ മീറ്റർ മാത്രം, അല്ലെങ്കിൽ അയാംബിക് പെന്റാമീറ്റർ എന്താണെന്ന് മാത്രമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ എല്ലാം പറഞ്ഞു പോയപ്പോൾ ഇത്രയും സമയം എടുത്തു. ഓക്കെ.